ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ നിയമന നടപടികൾ കേന്ദ്ര സർക്കാർ സുതാര്യമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളയുടെ ഭാഗമായി 1 ലക്ഷത്തിലധികം നിയമന പത്രങ്ങൾ പ്രധാനമന്ത്രി ഓൺലൈനായി വിതരണം ചെയ്തു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്തെ റോസ്ഗർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഈ വർഷത്തോടെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. എറണാകുളം തൃപ്പൂണിത്തുറയിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. അപകടത്തിൽ 1 മരണം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ നിയമന നടപടികൾ കേന്ദ്ര സർക്കാർ സുതാര്യമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളയുടെ ഭാഗമായി പുതുതായി 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന പത്രങ്ങൾ ഓൺലൈനായി വിതരണം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ നിയമന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിലൂടെ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ യുവാക്കളെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ആസ്ഥാനത്ത് സംഘടിപ്പിച്ച റോസ്ഗർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാമ്പത്തിക രംഗത്ത് പിന്നിലായിരുന്ന ഇന്ത്യ കഴിഞ്ഞ 10 വർഷത്തെ ശ്രമഫലമായി ലോകത്തെ ശക്തമായ 5 സമ്പദ്വ്യവസ്ഥകളിലൊന്നായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം ഇന്ന് $5 ട്രില്യൺ സമ്പദ്വ്യവസ്ഥയാകാനുള്ള യാത്രയിലാണെന്ന് ശ്രീ മുരളീധരൻ വ്യക്തമാക്കി. 2047ൽ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്നും രാജ്യത്തിന്റെ ഈ യാത്രയുടെ ഭാഗമാകാനുള്ള അവസരമാണ് പുതുതായി നിയമനം നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. 20 ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി നേരിട്ട് നിയമന ഉത്തരവ് കൈമാറി. തിരുവനന്തപുരത്ത് 150 ഉദ്യോഗാർത്ഥികളാണ് വിവിധ കേന്ദ്ര വകുപ്പുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നിയമനം കൈപ്പറ്റിയത്. നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വയനാട് കാട്ടാന ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത്. കാട്ടിൽ വസിക്കുന്ന ജനങ്ങളെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ടി സിദ്ദിഖ് ആരോപിച്ചു. വയനാട്ടിലെ കാട്ടാന പ്രശ്നം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ 2 സ്പെഷ്യൽ RRT രൂപീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി നൽകി. കൊല്ലപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ദേശീയ ജലപാതയുടെ 2ാം ഘട്ടത്തിൽ 85 കിലോമീറ്റർ ഭാഗം 2025ൽ ഗതാഗതയോഗ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീലേശ്വരം ബേക്കൽ ഭാഗത്ത് പുതിയ കനാൽ നിർമ്മിക്കാനാവശ്യമായ സ്ഥലം ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. കോവളം വർക്കല കനാൽ നിർമ്മാണ പ്രവൃത്തിക്കായി പ്രദേശവാസികളുടെ പുനരധിവാസം പുരോഗമിക്കുകയാണ്. ദേശീയ ജലപാത വരുന്നതോടെ ടൂറിസം മേഖലയിൽ വികസനം കൊണ്ടുവരാൻ സാധിക്കും. ജലപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന കൃത്രിമ കനാലുകൾ ഒരു വിധത്തിലും തീരത്ത് താമസിക്കുന്നവരെ ദോഷകരമായി ബാധിക്കില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത് സംബന്ധിച്ച് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാകും തീരുമാനം. കോവിഡ് കാലത്ത് മരണമടഞ്ഞ റേഷൻ വ്യാപാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകിയിട്ടുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് കാലത്ത് മുടങ്ങിയ കുടിശ്ശിക ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വർഷത്തോടെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് താഴെയുള്ള 5000ത്തോളം ഉപകേന്ദ്രങ്ങളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും പ്രതിരോധിക്കുന്നതിനും സമഗ്രമായ നടപടികളാണ് സംസ്ഥാനത്തുടനീളമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആദ്യ വർഷം വാർഷിക ആരോഗ്യ പരിശോധന നടത്തി. ഇന്നലെ വരെയുള്ള കണക്ക് 1,53,00,000 ആളുകളെ പരിശോധനയ്ക്ക് വിധേയം ആക്കിയപ്പോൾ രക്താതിസമ്മർദ്ദമുള്ള ഏതാണ്ട് 30% ആളുകളെ പുതുതായിട്ട് കണ്ടെത്തുന്നതിന് സാധിച്ചു. 7,08,965 ആളുകൾക്കാണ് പുതുതായിട്ട് രക്താതിസമ്മർദ്ദമുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. 61,647 ആളുകൾക്ക് പുതുതായിട്ട് പ്രമേഹവും കണ്ടെത്തിയിട്ടുണ്ട്. 2ാം ഘട്ടത്തിലുള്ള വാർഷിക ആരോഗ്യ പരിശോധന ഇപ്പോൾ ആരംഭിക്കുകയാണ്. 2ാം ഘട്ട സർവേയുടെ ഭാഗമായി ചോദ്യാവലിയിൽ കുഷ്ഠരോഗം, മാനസിക രോഗം, കാഴ്ച, കേൾവി പ്രശ്നങ്ങൾ, വയോജനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മുതലായവ കണ്ടെത്തുന്നതിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാസം 15ാം തീയതിയോടുകൂടിയാണ് 2ാം ഘട്ട സർവേ ആരംഭിക്കുന്നത്.
കുടുംബശ്രീയുടെ കെ ലിഫ്റ്റ് പദ്ധതിയിലൂടെ 3 ലക്ഷം വനിതകൾക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. ഈ മാസം 6-നാണ് കെ ലിഫ്റ്റ് പദ്ധതി ആരംഭിച്ചത്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃപ്പൂണിത്തുറ പുതിയകാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിച്ച് അപകടത്തിൽ ഒരാൾ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തിൽ പടക്കം എത്തിച്ച വാഹനം പൂർണ്ണമായി തകർന്നു. പടക്കം സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കെട്ടിടവും പൂർണ്ണമായി തകർന്നു. സമീപ പ്രദേശങ്ങളിലുള്ള 20-ലധികം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പടക്കം സംഭരിക്കുന്നതിന് അനുമതിയില്ലായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 2ാം ഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ചെങ്കോട്ടുകോണം, കരുമം എന്നിവിടങ്ങളിലാണ് പര്യടനം. കോഴിക്കോട് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി രാവിലെ തടമ്പാട്ട് താഴത്താണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈകിട്ട് മൂഴിക്കലും പൊതുയോഗം നടക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ലക്ഷദ്വീപിലെ എല്ലാ വൈദ്യുതി കരം അടയ്ക്കുന്ന കേന്ദ്രങ്ങളിലും ഓൺലൈൻ പണം ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിനായി POS യന്ത്രങ്ങൾ വിതരണം ചെയ്തു. ലക്ഷദ്വീപ് വൈദ്യുതി വകുപ്പും കാനറ ബാങ്കും സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതി IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശൈലേന്ദ്ര സിംഗ് പരിഹാർ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമം തുടരുന്നു. കാട്ടുകുളം മണ്ണുട്ടിക്ക് സമീപമുള്ള വനമേഖലയിൽ ആനയെ കണ്ടെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനപാലകർ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. 3 ദിവസമായി ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും ഒരാളെ കൊല്ലുകയും ചെയ്ത ബേഗൂർ മകനിയെ വനംവകുപ്പ് ട്രാക്ക് ചെയ്തു. കാട്ടിക്കുളം 54 സമീപമുള്ള മണ്ണുണ്ടി കോളനിക്ക് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ആനയെ കണ്ടിരിക്കുന്നത്. ആന നിൽക്കുന്ന 300 മീറ്റർ പരിധിക്കുള്ളിൽ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് അനുയോജ്യമായ സ്ഥലത്ത് വെച്ച് ആനയെ മയക്കുവെടി വെക്കാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉള്ളത്. ആന വളരെ ഭയന്നിരിക്കുന്നതിനാൽ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുവാനും സാധ്യതയുണ്ട്. അതിനാൽ കുങ്കിയാനുള്ള സഹായത്തോടെയായിരിക്കും മയക്കുവെടി വെക്കുക. മയക്കുവെടി വെച്ചാൽ ആനയെ മുത്തങ്ങയിലെ ആനപ്പന്തിയിലേക്ക് മാറ്റും. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. I-ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ഇന്ന് ഷില്ലോങ് ലജോങ്ങുമായി ഏറ്റുമുട്ടും. കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഗോകുലം 4ാം സ്ഥാനത്തും ലജോങ് 6ാം സ്ഥാനത്തുമാണുള്ളത്. പ്രധാനമന്ത്രിയുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ജില്ലയിൽ ഒരു കുടുംബത്തിലെ ഒരാളെയെങ്കിലും അംഗമാക്കാൻ കഴിഞ്ഞതിന്റെ നേട്ടത്തിലാണ് പാലക്കാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിലെ 7.5 ലക്ഷത്തോളം കുടുംബങ്ങളിൽ നിന്നായി 12 ലക്ഷത്തിലധികം പേരാണ് പ്രധാനമന്ത്രി സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ അംഗമായിരിക്കുന്നത്. ജില്ലയിലെ അട്ടപ്പാടി ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യ ആദിവാസി ജനസാന്ദ്രത കൂടിയ പ്രദേശവുമായി. അട്ടപ്പാടിയിലെ ഉൾപ്രദേശങ്ങളിലെ ഊരുകളിൽ പോലും പദ്ധതി നടപ്പാക്കാനായതാണ് നേട്ടമായത്. ആദിവാസി സമഗ്ര വികസന പദ്ധതി, കുടുംബശ്രീ, നബാർഡ്, സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലയിൽ പദ്ധതി നടപ്പാക്കിയത്. PM സുരക്ഷാ ബീമാ യോജനയും PM ജീവൻ ജ്യോതി ബീമാ യോജനയുമാണ് ജില്ലയിൽ നടപ്പാക്കിയ സാമൂഹിക സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതികൾ. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5 മണിക്ക് തുറക്കും. ക്ഷേത്രതന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി N. മഹേഷ് നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിക്കും. നട തുറക്കുന്ന ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടാകില്ല. 18-ന് രാത്രി കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നടയടയ്ക്കും. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ടിക്കറ്റ് നിർബന്ധമാണ്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിശാഗന്ധി നൃത്തോത്സവത്തിന് വ്യാഴാഴ്ച തിരിതെളിയും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം നർത്തകി ചിത്ര വിശ്വേശ്വരന് സമ്മാനിക്കും. ആലപ്പുഴ ചുനക്കര തിരുവൈരൂർ മഹാദേവർ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെട്ടുകാഴ്ച വരവ് ദൃശ്യവിസ്മയമായി. ജോഡിക്കാളകൾ അണിനിരക്കുന്ന നയനമനോഹരമായ കെട്ടുകാഴ്ചയാണ് ചുനക്കര ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം. 35 അടിയോളം ഉയരമുള്ളവയാണ് ജോഡിക്കാളകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ നിയമന നടപടികൾ കേന്ദ്ര സർക്കാർ സുതാര്യമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗർ മേളയുടെ ഭാഗമായി 1 ലക്ഷത്തിലധികം നിയമന പത്രങ്ങൾ പ്രധാനമന്ത്രി ഓൺലൈനായി വിതരണം ചെയ്തു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തിരുവനന്തപുരത്തെ റോസ്ഗർ മേളയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ വർഷത്തോടെ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കി മാറ്റുമെന്ന് മന്ത്രി വീണ ജോർജ്. എറണാകുളം തൃപ്പൂണിത്തുറയിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം, അപകടത്തിൽ 1 മരണം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.